ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അഡീഷണൽ സെഷനാണ്. ഞാൻ മൗസ് ഇവൻറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. അപ്പം അവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൗസ് ഇവൻറ്റ് ഡെമോ. അപ്പം ഏതാണ്ട് ഇതേപോലെയാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക. ഞാനത് വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൗസ് ഇവൻറ്റിൻ്റെ ഡെമോ. അതിപ്പോൾ ഞാൻ മൗസ് എൻ്റർ ചെയ്യുമ്പോൾ ഗ്രീൻ ആവും, പുറത്തേക്ക് പോകുമ്പോൾ റെഡ് ആവും, ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ആയി, റിലീസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ആയി, റിലീസ് ചെയ്യുമ്പോൾ വൈറ്റ് ആയി, ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ആയി, ക്ലിക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമീഡിയറ്റ്ലി റിലീസ് ചെയ്യുകയാണെങ്കിൽ എന്തായി, ബ്ലൂ ആയി. അതുപോലെ ഞാൻ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. ഡ്രാഗ് ചെയ്യുമ്പോൾ മൗസ് ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞിട്ട് അതും കാണുന്നുണ്ട്. മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് കാണിക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഐഡിയ. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്കെലിറ്റൻ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊന്നുമില്ല, പുതുതായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. അപ്പം ജെ ഫ്രെയിം നിങ്ങൾ പഠിച്ചാണ്. ജെ പാനൽ, അപ്പോൾ നമ്മളൊരു പാനൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ കാര്യമാണ്. പാനൽ എന്ന് പറയുന്നത് ഒരു എന്താണ്, ലൈറ്റ് വെയിറ്റ് കണ്ടെയ്നറാണ്. നമുക്ക് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കണ്ടൻസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ് പാനൽ എന്ന് പറയുന്നത്, ജെ പാനൽ എന്ന് പറയുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഡമ്മി ഇതുണ്ടായിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഈ മെത്തേഡ് ഒന്നും കാണപ്പെടാൻ പഠിക്കണ്ട. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു റഫ് ഐഡിയ ഉണ്ടായാൽ മതി. അപ്പം നിങ്ങൾ ആക്ച്വൽ ഡെവലപ്മെന്റിന് പോകുമ്പം നിങ്ങൾ IDEC യൂസ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ചിട്ടല്ല പ്രോഗ്രാം ചെയ്യുക. IDEC യൂസ് ചെയ്യുമ്പം, IDE എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ്. അപ്പോൾ IDEC യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാനൽ ഡോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സജഷൻസ് ആയിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ആ മെത്തേഡ്സിന് മുകളിൽ കൊണ്ടുപോയി ഹോവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ടൂൾ ടിപ്പായിട്ട് കാണിക്കുകയും ചെയ്യും. നിങ്ങൾ ഒന്നും കണപ്പടം പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്നൊരു ഐഡിയ ഉണ്ടായാൽ മതി ഏകദേശം. അല്ലാണ്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഈ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ഉണ്ട്, അത് മാത്രമേ. ഇത് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം, ഫ്രെയിമിലേക്ക് കോമ്പണൻസിന്റെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം, കോമ്പണന്റ് ആഡ് ചെയ്യണം, പിന്നെ അതിന്റെ വിസിബിലിറ്റി ട്രൂ ആക്കണം. അതേപോലെ ആക്ഷൻ ഇവന്റ് ലിസണേഴ്സിനെ ഒരു ക്ലാസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം ആ ലിസണറിനെ ഇതിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ ഒരു എന്താ, ഈ ഓർഡർ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മൗസ് ഇവന്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ലിസണേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൗസ് ഇവന്റ് ഹാൻഡ്ലർ ഇംപ്ലിമെന്റ്സ് മൗസ് ലിസണർ, മൗസ് മോഷൻ ലിസണർ. രണ്ട് കാര്യങ്ങൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. മൗസ് ലിസണറും മൗസ് മോഷൻ ലിസണറും. അപ്പോൾ മൗസ് മോഷൻ ലിസണർ എന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡ്സ്, നമ്മൾ സ്ലൈഡ് പറഞ്ഞിരുന്നു. രണ്ട് മെത്തേഡ്സ് ആണ് ഇതിനുള്ളിൽ വരുന്നത്, മൗസ് മൂവും മൗസ് ഡ്രാഗ്ഡും. ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ്ഡ് ആണ്, വെറുതെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് മൂഡ്. മൗസ് ലിസണറിലാണ് ബാക്കി മെത്തേഡ്സ് വരുന്നത്, ക്ലിക്ഡ്, പ്രസ്ഡ്, റിലീസ്ഡ്, എന്താണ് ഔട്ട് ഓഫ് ഫോക്കസ്, ഇൻ ഫോക്കസ്, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ ഞാനത് ഏതൊക്കെയാണ് മെത്തേഡ്സ് നമ്മളിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളൊരു ലിസണർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധിച്ച് എഴുതണം. അതായത് ലിസണർ ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടെ ഇതിന്റെ എല്ലാം, ഇത് ഇന്റർഫേസ് ആയത് കാരണം അതിലുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ ഇവിടെ റീഡിഫൈൻ ചെയ്യണം. അതിന് ബോഡി ഉണ്ടാവണമെന്നില്ല, ആ മെത്തേഡിൽ നമ്മൾ ഒന്നുകൂടി എഴുതിയിരിക്കണം. അപ്പൊ ഇവിടെയാണ് അഡാപ്റ്റർ ക്ലാസ്സസിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ അഡാപ്റ്റർ ക്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് ക്ലിക്കിന് മാത്രം മതിയെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ക്ലിക്ക് മാത്രം വെക്കുക. ഈ ഇംപ്ലിമെന്റ്സ് മാറ്റിയിട്ട് അഡാപ്റ്റർ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്ലിമെന്റ്സ് ആവുമെങ്കിൽ രണ്ടും ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി ഇപ്പൊ ഇതൊക്കെയാണ്. അപ്പം ഇവന്റ്സ് ഇതൊക്കെയാണ്. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതാണ് ഈ മെത്തേഡ് പറയുന്നത്. മൗസ് പ്രസ് ചെയ്ത് എന്ത് ചെയ്യണം, മൗസ് റിലീസ് ചെയ്ത് എന്ത് ചെയ്യണം, മൗസ് ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യണം, മൗസ് മൂവ് ചെയ്ത് എന്ത് ചെയ്യണം. ഇത് രണ്ടും താഴത്തെ ഇതാണ് രണ്ടാമത്തെ ഇന്റർഫേസിലുള്ള മെത്തേഡ്സ് ആണ്, മൗസ് മോഷൻ ലിസണറിലുള്ള മെത്തേഡ്സ് ആണ്. മൗസ് എൻ്റർ ചെയ്ത് എന്ത് ചെയ്യണം, മൗസ് എക്സിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം. അതായത് ഒബ്ജക്റ്റിന്റെ ഉള്ളിലേക്ക് മൗസ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മൗസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഇത്രയും മെത്തേഡ്സ് ആണ് ഈ എന്താണ് ഈ രണ്ട് ഇന്റർഫേസിലുമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ എന്തിനാ ഈ ഇവന്റ് ഒബ്ജക്റ്റിനെ കൂടെ യൂസ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡമ്മി. ഇപ്പോൾ നമ്മളിപ്പം ഈ ഇവന്റ് ലിസണർ ഒന്നും ചെയ്യുന്നില്ല, നമുക്കിനി ഇവന്റ് ലിസണറിനെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണ്ടേ ഈ പാനലിലേക്ക് ആഡ് ചെയ്യണം. അപ്പം പാനൽ ഡോട്ട്, ഇപ്പൊ രണ്ട് എന്താണ് ലിസണർ ക്ലാസ്സസ് ആയിരുന്നു ഉള്ളത്. അപ്പൊ രണ്ട് ലിസണർ ക്ലാസ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. മൗസ് ലിസണർ എന്ന് പറഞ്ഞ ക്ലാസ്സിനുണ്ട് രണ്ട് ലിസണർ ഉണ്ട്, മൗസ് ലിസണർ ഉണ്ട്, മൗസ് മോഷൻ ലിസണർ ഉണ്ട്. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആഡ് ചെയ്യണം. അപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് ആ ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. മൗസ് ഇവന്റ് ഹാൻഡ്ലർ, മൗസ് ഇവന്റ് ഹാൻഡ്ലർ MEH is equal to new മൗസ് ഇവന്റ് ഹാൻഡ്ലർ. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാനൽ ഡോട്ട് ആഡ് മൗസ് ലിസണർ എന്ന് പറഞ്ഞിട്ട് ഈ MEH പാസ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ പാനൽ ഡോട്ട് ആഡ് മൗസ് മോഷൻ ലിസണർ എന്ന് പറഞ്ഞിട്ട് സെയിം ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലിസണേഴ്സ് രജിസ്റ്റർ ആയി. മൗസ് മോഷനും മൗസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ലിസണറിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആക്ഷൻ എന്താണെന്ന് പറയാൻ വേണ്ടത്. അപ്പോൾ ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഡോട്ട് വൈറ്റ് എന്ന് പറയുന്നത് കളറാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. കളർ എന്ന് പറയുന്നത് java.awt അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ കളർ ഡോട്ട് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി വൈറ്റ് ആയിരിക്കും. നമ്മൾ ഇനി ഓരോ ആക്ഷൻ വരുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നു. അതുപോലെ ഈ ലേബലിൽ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. ഇനീഷ്യലി ലേബലിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ് മൗസ് ക്ലിക്ക്ഡ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ പറയാണ്. അപ്പോൾ ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഈ ഡോട്ട് ഗെറ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് കിട്ടും. ആൻഡ് ഒരു കോമ ഇട്ടതിന് ശേഷം ഈ ഡോട്ട് ഗെറ്റ് വൈ കൊടുത്തു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് കിട്ടും. ഇപ്പം എന്താ വെച്ചാൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലേബിള്, അപ്പോൾ ഇവിടെ നമ്മൾ ബോർഡർ ലേഔട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോർഡർ ലേഔട്ടിൽ സൗത്തിലേക്കാണ് നമ്മൾ ആ ലേബിളിനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും താഴെയുള്ള ലേബലിൽ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൗസ് ക്ലിക്ക് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് സെറ്റ് ആയി വരും. അപ്പോൾ അതേപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ പാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാണ്. പാനൽ ഡോട്ട് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് കളർ ഡോട്ട് ബ്ലൂ ആക്കാണ്. അതൊക്കെ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾ ആ ഡോക്യുമെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് തന്നെ ഞാൻ ഈ സെയിം സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് എല്ലാത്തിനും കൊടുക്കുന്നത്. ഇപ്പോൾ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. മൗസ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിനെ യെല്ലോ ആക്കും. മൗസ് പ്രസ്ഡ് എന്നുള്ളതാക്കും. അത് ഇങ്ങനെ പ്രസ്ഡ് എന്നുള്ളതാക്കും. ഇതേപോലെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിതിനെ വീണ്ടും വൈറ്റിലേക്ക് മാറ്റും. മൗസ് റിലീസ്ഡ് എന്നാക്കും. മൗസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിന് മുകളിൽ ഈവന്റ് ലിസണർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മുകളിൽ മൗസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ കളർ മാറ്റിയിട്ട് ഗ്രീൻ ആക്കും. പാനലിന്റെ കളർ ഗ്രീൻ ആക്കും. അതുപോലെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ കോർഡിനേറ്റ്സ് എടുക്കുന്നില്ല, മൗസിൻ ഫോക്കസ് ആക്കും. അല്ലെങ്കിൽ മൗസിൻ റേഞ്ച് ഞാൻ കാണിച്ചു മൗസിൻ റേഞ്ച് നോക്കുന്നു. ഇത് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, ഇത്രയും ഭാഗം. അതുപോലെ മൗസ് എക്സിറ്റ് ചെയ്യുമ്പോൾ കളർ റെഡ് ആക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മൗസ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് നോക്കുന്നു. റെഡ് മൗസ് ഔട്ട് ഓഫ് റേഞ്ച് നോക്കുന്നു. പിന്നെ മൗസ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ കളറൊന്നും മാറ്റുന്നില്ല. ഈ ആക്ഷൻ ലേബൽ മാറ്റിയിട്ട് മൗസ് മൂവ് എന്ന് മാത്രമാക്കുന്നു.
മൗസ് മൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഡിസ്പ്ലേ കാണിക്കുന്നു. അതേപോലെ എന്താണ് ഡ്രാഗ് ചെയ്യുമ്പോൾ മൗസ് ഡ്രാഗ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഡിസ്പ്ലേ കാണിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ബാക്കി കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇവന്റ് ഡിസ്പാച്ചിങ് ത്രെഡാണ്. ഇവന്റ് ഡിസ്പാച്ചിങ് ത്രെഡിലേക്ക് നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ കൊടുക്കുകയാണ്. ഒബ്ജക്റ്റ് റൺ ചെയ്യാനുള്ള കോഡ് കൊടുക്കുകയാണ്. വേറെ ഒന്നും പുതുതായിട്ടില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് പ്രോഗ്രാം കമ്പയർ ചെയ്യാണ്. JavaC Java എററില്ല. ഓക്കെ, ജാവ മോസിൻ്റെ ഇനീഷ്യലി ഗ്രീൻ ആയിട്ട് വന്നിരിക്കും. അത് ഞാൻ മൗസ് പോയിന്റർ കൊണ്ടുവന്നുകൊണ്ടാണ്. ഒന്നുകൂടെ റൺ ചെയ്യാം. ഇനീഷ്യലി വൈറ്റ് ആണ്, മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ഗ്രീൻ ആവുന്നു, റിലീസ് പോകുമ്പോൾ റെഡ് ആകുന്നു. മൗസ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞു വരുന്നു. മൗസ് മൂവ്ഡ്, മൗസ് ഡ്രാഗ്ഡ്, അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂ ആവുന്നു. മൗസ് പ്രസ്ഡ് എന്ന് പറഞ്ഞു ഡ്രാഗ് ചെയ്തിട്ട് റിലീസ് കഴിഞ്ഞാൽ വീണ്ടും വൈറ്റ് ആവും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ എല്ലാം ചെയ്യുന്നു. ഇങ്ങനെയാണ് മൗസ് ആക്ഷൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് നമുക്ക് ഒരു പെയിന്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ആണോ ലെഫ്റ്റ് ക്ലിക്ക് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ എന്താണ് നമ്മുടെ ഇവന്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇതാണ്. അടുത്ത സെഷനിൽ നമുക്കൊരു ഫയൽ ഡിസ്പ്ലേയിങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. താങ്ക് യു.